ആരാ മനസ്സിലായില്ലല്ലോ. അല്ല, അടുപ്പത്ത് മീനും വെച്ചിട്ട് നീ എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ ടെറസിൽ തുണി ഉണങ്ങിയത് എടുക്കാൻ പോയതാ. ചേച്ചി ചേച്ചി ഇവിടെ ഇല്ല, അടുത്ത വീട് വരെ പോയിരിക്ക. ചേച്ചി വന്നോളും. ശാന്തേ, നീ അങ്ങ് വളർന്നൊരു സുന്ദരിയായി പോയല്ലോടി പെണ്ണെ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉണ്ണിച്ചേട്ടൻ അമ്മാവന്റെ മകന്റെ മകൻ വേണു. മറന്നുപോയോ? ഇരിക്കൂ. വേണ്ട ശാന്തേ, ഇവിടെ അടുത്തല്ലേ മിനിയാന്നൊരു വീട്ടിൽ ഒരു വലിയ മോഷണം നടന്നു? ഞാൻ അറിഞ്ഞില്ല. ചേച്ചിയും കൊള്ളാം, നീയും കൊള്ളാം. ഇത്രയും സ്വർണ്ണാഭരണങ്ങളും പണമുള്ള ഒരു വീടിന്റെ വാതിലും തുറന്നിട്ടിട്ട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ. ഉണ്ണിച്ചേട്ടൻ വരട്ടെ. അതിനിവിടെ ഒന്നും ഇല്ലല്ലോ, എല്ലാം ലോക്കറിൽ സൂക്ഷിച്ചിരിക്ക. ലോക്കറില? ബാങ്കിലെ ലോക്കറില്. ഇവിടെ വരുന്ന ബന്ധുക്കൾക്കൊന്നും ചായയും കാപ്പിയൊന്നും കൊടുക്കുന്ന പരിപാടിയില്ലേ? ഇരിക്കെ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ശാന്തേ, എന്റെ സിഗരറ്റ് തീർന്നുപോയി. നീ ആ ബൈക്കിന്റെ ചാവിയും എടുത്തോണ്ട് വാ. ചേച്ചി വരുമ്പോഴത്തേക്ക് ഞാൻ വരാം. ബൈക്കിന്റെ കാര്യത്തിൽ ചേട്ടൻ ഒരു ശ്രദ്ധയില്ല, എല്ലാം തുരുമ്പെടുത്ത് കളഞ്ഞു. ചായ റെഡിയായി, ഞാനിപ്പോ ഇനി വരാം. ശരി. കൊണ്ടുപോയി ഇപ്പൊ വരാന്ന് പറഞ്ഞ് ബൈക്ക് കൊടുത്ത് പുറത്തു പോയി സിഗരറ്റ് വാങ്ങാൻ. അയ്യോ എന്റെ ദൈവമേ. ചേച്ചി ഒന്ന് അകത്തേ നോക്ക്, വേറെ വല്ലതും കട്ടണ്ട് പോട്ടണമെന്ന്. ഞാനൊന്ന് നോക്കിട്ട് ഇപ്പൊ വരാം. ചേച്ചി എവിടെ പോയതാ ഈ വേഷത്തിൽ? ഒന്ന് പോടിയാത്ത്. അതെ, ഒന്ന് ചോദിച്ചോട്ടെ, എന്താ ഈ മാടിനെയൊക്കെ അറക്കണ അറവുശാല എവിടെയാ? എന്തിനാ, ഇതിനെ അറക്കാൻ കൊടുക്കാനാണോ? ആ, അങ്ങനെ അറുത്ത് പെട്ടെന്ന് ഇറച്ചിയോടെ വിൽക്കാനൊന്നും പറ്റില്ല. കോർപ്പറേഷൻ സീലൊക്കെ വെക്കണം. കോർപ്പറേഷൻ ഇപ്പൊ മാടിനും പശുവിനും സീൽ വെക്കില്ല പണി. പണ്ടാറടങ്ങാൻ തന്നോടല്ല, കോർപ്പറേഷനോടാ. തന്നോടൊക്കെ ചോദിച്ചാ എന്നെ വേണം തല്ലാൻ. അയ്യോ എന്റെ അരിമ, എന്റെ അമ്മേ. ഞാൻ ശരിയാക്കി തരാടാ. നീയേ താനൊക്കെ എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? പാവ എരുമ ചത്തന്നാ തോന്നുന്നത്. അതെങ്ങനാ? ഇയാൾ ആകാശത്ത് നോക്കിയല്ലേ എരുമയെ കൊണ്ടുവരുന്നത് എന്ന് വിചാരിച്ച് എരുമയുടെ മൂട്ടിക്കൊണ്ടിരിക്കാൻ ലൈസൻസ് എന്തുണ്ടോ ബൈക്കാരന്? സഹോദരൻ, ഞാനൊന്ന് പറയാം. സംസാരിക്കണ്ടെന്ന് പോടോ. എനിക്ക് ഒന്നും പറയാൻ പാടില്ല. ശരി, ഇതൊരു മിണ്ടാ പ്രാണിയാ. ഇതിനെ ഡോക്ടറെ കാണിക്കാൻ എത്ര ചെലവാകും? ആഹാ, എന്നാ ഞാൻ്റെ കാര്യം പറയട്ടെ. ബൈക്ക് റിപ്പയർ ചെയ്യാൻ ചെലവുണ്ട്. അതെ, ബൈക്ക് റിപ്പയർ ചെയ്യാൻ ചെലവുണ്ട്. അല്ലേ യുവമാര് എന്ത് പ്രശ്നമാണ്? ആ കളി അവിടെ നടക്കട്ടെ. താൻ എനിക്കൊരു 200 രൂപ തരാണ്ട് തന്നെ വിടുന്ന പ്രശ്നമില്ല. ഓഹോ, താൻ എനിക്കൊരു 200 രൂപ തന്നെ വിടുന്ന പ്രശ്നമില്ല. എങ്ങനെ? എനിക്ക് ബൈക്ക് നന്നാക്കാനുള്ള കാശ്. അപ്പൊ എനിക്ക് എന്റെ എരുമ ചികിത്സിക്കണ്ടേ? ഓഹോ, എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ മൂത്ത ആളാണല്ലോ, ഒരു പോംവഴിയുണ്ട്. ഒരു 200 രൂപ ഇങ്ങ് എടുത്തേ. എടുക്ക്, ഇങ്ങ് എടുക്കപ്പാ. 200 രൂപ എടുത്ത്. 200 രൂപ എനിക്ക് എന്നാ എന്റെ പ്രശ്നം തീരും. ഇപ്പൊ എന്റെ പ്രശ്നം തീർന്നല്ലോ. ഇനി 200 രൂപ നിനക്ക് എന്നാ നിന്റെ പ്രശ്നം തീരും. ഇപ്പൊ നിന്റെ പ്രശ്നം തീർന്നല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ, അല്ലാണ്ട് വേറെ വലിയ കാര്യമൊന്നുമില്ലത്. ഇപ്പൊ പ്രശ്നം തീർന്നു. ഒന്ന് മറിയേ. ഈ ബൈക്ക് ആരെവിടെ കൊണ്ട്? അപ്പൊ നിങ്ങളാരാ? ഇതെന്റെ ബൈക്കാ. പിന്നെ വേറൊരുത്തന്നെ ഇതുകൊണ്ടൊന്ന് എരുമ അടിച്ചതോ? ഇതവൻ മോഷിച്ചു വന്നാണെന്നേ. ഞാൻ അവനെ അന്വേഷിച്ചു വന്നതാ. എവിടെയാ അവൻ? അപ്പൊ ബൈക്കിന്റെ ശരിക്കുള്ള ഉടമസ്ഥനോ? അപ്പൊ ബൈക്ക് നിന്റെ അല്ലേ? തന്നെ. പുള്ളി എന്റെ വകയിലൊരു ബ്രദറായിട്ട് വരും, കാണണ്ട. മോഷണല്ലേ? മുഖത്ത് നോക്കി പറ, മോഷണല്ലേ അല്ലേ? ചേട്ടൻ എങ്ങനെ മനസ്സിലായി? എരുമ മോഷണമാണ്. എങ്ങനെയല്ലോ ഊരി തരണം. നിന്നെ ഇപ്പൊ വേണമെങ്കിൽ ഞാൻ ഊരി തരാം, പക്ഷെ ഭാവിയിൽ നീ എന്നെ സഹായിക്കണം. ഏറ്റല്ലോ? ഏറ്റു. നിർത്ത്. ആരാ ബൈക്കിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ? എന്റെയാണ് ബൈക്ക്. ഞാൻ അരിമയുടെ ഉടമസ്ഥൻ. എന്റെ പൊന്നു സഹോദരന്മാരെ, ഞാൻ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു പാവമാണ്. നിങ്ങൾ പറ, നിങ്ങൾക്കറിയാമോ എന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ നടത്താൻ ഇത് വിറ്റിട്ട് വേണം. എനിക്ക് ആരും ഒന്നും തരണ്ട, ഞാൻ ഇവിടെ കിടന്ന് ചാവും. കരയാതിരിക്കണം ചേട്ടാ. ചേട്ടൻ എത്ര രൂപ ആവശ്യം? എനിക്ക് അതേന്ന് എനിക്ക് 300. കൊടുക്കട കാശ്.
കാശ് കൊടുക്കാൻ അത് മതി അത് മതി. ആണി വന്നേ. ആകെ കിട്ടിയത് 300. സത്യം, നീതി, മര്യാദ 150. ആദ്യത്തെ കച്ചവടം. ഇന്ന് ഇവിടെ ആയാലോ? ലേഡീസ് ഹോസ്റ്റലാ. പെണ്ണുങ്ങൾ താമസിക്കുന്ന സ്ഥലമാകുമ്പോ എനിക്ക് ഒരു 19 തങ്ങുന്ന സ്ഥലമാവുമ്പോ എന്തെങ്കിലും നേട്ടം ഉണ്ടാവാതിരിക്കില്ല, ഒരു ദോഷവും വരില്ല. വേറെന്ത് പണി? നമ്മളെ ചോറല്ലേ എന്നത്. അതൊക്കെ പറയടോ നാശമേ. ആ തുറന്ന പുളിങ്കുരു വറുത്ത പോലെ കോണ 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 അല്ലേ? മീശ മീശ കള്ളൻ 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 ഓടിക്കോ ഓടിക്കോ കള്ളൻ 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 കയറി അങ്ങോട്ട് പോയി. ഞങ്ങൾ കള്ളന്മാരല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ ഈ അർദ്ധരാത്രിക്ക് ഇവിടെ വന്ന് കയറിയത്? ഞങ്ങൾക്കൊരു നാടകം ഉണ്ടായിരുന്നേ. സ്ത്രീവേഷാണേ. രാത്രി ആയതുകൊണ്ട് വഴി തെറ്റി കയറിയതാണേ. വാ പോട്ടെ നീതി. അങ്ങനെ അങ്ങ് പോകാതെ. വലിക്കില്ലേ വലിക്കരുത്. എന്താ ചെയ്യണേ? വലിക്കില്ലേ കുട്ടികളെ. കുട്ടിക്ക് സാരി ഇഷ്ടായെങ്കിൽ സാരി എടുത്തോളൂ. ഞങ്ങൾക്കല്പം ക്ഷീണുണ്ടേ. നാടാൻ കഴിഞ്ഞു വരികയല്ലേ. വാടി. പോകാൻ വരട്ടെ. ഇല്ല കുട്ടി, ഉണ്ടെങ്കിൽ കാണില്ലേ. ഇല്ലെന്നല്ലേ പറഞ്ഞത്? മതി മതി. സമയം കഴിയുന്ന പോലീസിന് ഫോൺ ചെയ്യ്. അതിന് പോലീസിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. വാ. കൂട്ടം കെട്ടിയ നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ശരിയാ. ഇത് കണ്ടോ, ഇപ്പൊ 10 പൈസക്ക് പോലും ഗതിയില്ലാതായി. കൂട്ടത്തിൽ കൂടണ്ട, താൻ പോക്കോ. തന്നെ ആരെങ്കിലും പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നോ? ഇതാണ് പീസായി ഓ, ഇല്ലെങ്കിൽ 500 രൂപ കിട്ടുമായിരുന്നു. ഓട്ടെ, ചായക്കുള്ള കാശ് കിട്ടുമല്ലോ. അടിച്ചു മാറ്റിയാലോ? ഈ പോസ്റ്റിലെ ബൾബ് കത്തുന്നുണ്ടായിരുന്നോ? അത് ഇന്നലെ രാത്രി കത്തിയിരുന്നല്ലോ. പക്ഷെ കത്തുന്നില്ലെന്ന് കംപ്ലൈന്റ്സ് ഉണ്ടായിരുന്നല്ലോ. ചിലപ്പോ ഫീസായിരിക്കും. ഒരു ബൾബ് പീസാവാൻ ഒരു ദിവസം. അസിസ്റ്റന്റ് യെസ്, come on. മാറ്റിയില്ലേ? പൊട്ടി. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങിപ്പോയല്ലോ. അതെ, ഇതേ വകുപ്പിൽ തന്നെ വേറൊരു ലൈനുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ചെമ്പുണ്ടപ്പോ കൊടുത്താൽ എണ്ണി വാങ്ങാം. ചിലക്കാടോ, ചിലപ്പോ കമ്പി എണ്ണി കിടക്കേണ്ടി വരും. എന്താ ഇത്? മനസ്സിലായില്ല? എന്ത് മനസ്സിലാക്കാൻ? ചെമ്പ്, കമ്പി, 2 ആളുകള്. ഇത് ലൈൻമാൻ നാരായണ. നമ്മളാരാ? അത് ശരി. അപ്പം ബോർഡിൽ ആരും പരിചയമില്ലല്ലേ? ഏത് സെക്ഷനിലാ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ. ഒന്ന് പറഞ്ഞു കൊടുക്കേ. തമ്പാനൂരാ. ഫ്രഷ് അപ്പോയിന്റ്മെന്റാ. അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റിനെ പറ്റി കേട്ടിട്ടില്ലല്ലോ. കഷ്ടം. ഈ രാജ്യത്ത് നടക്കുന്ന യാതൊരു സംഭവവികാസങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയില്ലല്ലോ സുഹൃത്തെ. PSC ലിസ്റ്റിൽ പേര് വന്നിട്ടും അപ്പോയിന്റ്മെന്റ് കിട്ടാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ നടത്തിയ നിരന്തര സമരത്തിന്റെ ഫലമായി ഹൈക്കോടതി വിധി സമ്പാദിച്ചത് വൈദ്യുതി വകുപ്പിൽ പറ്റിക്കൂടിയ കാര്യം നിങ്ങൾ അറിഞ്ഞില്ലെന്നോ? എവിടെ?
ഇതൊക്കെ ശമ്പളം വാങ്ങി തിന്നല്ലാണ്ട് പത്രം വായിക്കുന്ന പതിവില്ലല്ലോ. അതെ. ഞങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തരുത്. അവന്മാര് തന്നെ സംശയിക്കണ്ട, കഴിവേറി കള്ളന്മാര് ഹോൾസെയിലായിട്ട് ഇറങ്ങിയിരിക്കുക. ഇനി ഇവന്മാരെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല. വാ. ഓർഡർ ഫോം ഇല്ല, സാധനം കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളൊക്കെ ലൈൻമാന്മാരല്ലേ സാർ? അതെ. പിന്നെ താനെന്താ വപ്പ മന്ത്രിയെ പോലെ സംസാരിക്കുന്നത്? എന്തുവാണോ ഇത്? അവിടെ നാട്ടുകാർ ഇരിക്കപ്പുറത്ത് തരുന്നില്ല. എളുപ്പം പോയി ലൈൻ നന്നാക്ക്. സാറന്മാര് ഇയാൾ എവിടുത്തെ കാരണോ? പുതിയ ഓവർസിയർമാരെ അറിയില്ലേ? ഞങ്ങളെയോ പോട്ടെ. കൊണ്ടുപോയി ലൈനിന്റെ പ്രശ്നം തീർക്കടോ. ശരി, സർ. കുറച്ച് സംസാരം, കൂടുതൽ പ്രവൃത്തി. ശരി സാർ. ആ, ഡോ, ഡോ, ഡോ. ഇങ്ങ് വന്ന്. അങ്ങട് നീങ്ങ്, നീക്ക്. ഈ മാനന്തവാടിയിലും ഇരിട്ടിയിലും ഒക്കെ കറണ്ട് ഓഫീസ് ഉണ്ട്, ഓർമ്മ വേണം. അങ്ങോട്ട് പോണെന്നുണ്ടോ? വേണ്ട സാർ. ഉണ്ടോ? ആ, രൂപ കിട്ടും. വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ. ഇവിടെ എത്രയേ കിട്ടും? ഇതും പേര് ദുനിയാവ് മുഴുവൻ നടന്നുകൂടാഞ്ഞിട്ടാ. ഒരു മര്യാദ വില ഒന്നൂടെ. 10 രൂപയുടെ തരാം. ഒരു 300 രൂപ ശനെ. സാധനം വേണ്ട, എടുത്തോണ്ട് പൊയ്ക്കോ. അങ്ങനെ ഒഴിഞ്ഞാലോ ചേട്ടാ, ഞാൻ സംസാരിക്കാം. എത്ര കിലോ ഉണ്ട്? 9 കിലോ. 9 കിലോ ആവുമ്പം 14 40 ഗുണം 750 രൂപ എടുക്കും. എനിക്ക് സാധനം വേണ്ട, എടുത്തോണ്ട് പൊയ്ക്കോ. ഞാൻ പറഞ്ഞില്ല എന്റെ അമ്മായിരം മകനെ കൊടുക്കുന്ന 800 രൂപ അവിടെ. 800 രൂപ കിട്ടും. ചേട്ടൻ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ ഇവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. വേണ്ടെങ്കിൽ വേണ്ട, സാധനം എടുക്കട്ടെ. വേണ്ട വേണ്ട, കൊണ്ടുപോണ്ട, പണം ഞാൻ തരാം. ആ, അങ്ങനെ വഴിക്ക് വാ. ഓക്കെ, എടുത്തോ. അല്ല, അവര് വന്നു നമ്മളെ നമ്മളെ കമ്പനിയിലേക്ക് അയാളെ കൊടുത്തോ, പോയി പിടി. കൈവിട്, കൈവിട്. കാശെടുക്ക്, കാശെടുക്ക്. ചേട്ടാ എന്താ ഇത്? ഓടി വരുമ്പോ കാശ് എടുത്തത് എന്താ ബാങ്കോ? ഉണ്ടല്ലോ നമുക്ക് കാശ് കൊടു. ഓടെ കള്ള. പിന്നെ പാടുവിട്ട് കഷ്ടപ്പെട്ട് ഞങ്ങൾ ചൂണ്ടിയതാ. നിങ്ങൾ അവിടെ ഒന്ന് നാടൻ കളിച്ചപ്പോ ആർക്കും ഇല്ലാണ്ട് പോണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ മിണ്ടാണ്ടിരുന്നത്. കമ്പി പൊട്ടിച്ചെടുത്തേ അവസരോചിതമായി ഞങ്ങൾ രണ്ടുപേരും നാടകം കളിച്ചിട്ടാ നിങ്ങൾ അടികൊള്ളാൻ രക്ഷപ്പെട്ടത്. എന്നിട്ട് നമുക്കിട്ടൊരു പാരയോ? ഇപ്പൊ നിങ്ങളാ ഞങ്ങൾക്കിട്ട് പാര പണിഞ്ഞത്. ഒന്ന് ഹബീബെ, കാലിച്ചായക്ക് വകയില്ലാഞ്ഞിട്ടാ നമ്മളെ കമ്പി അടിച്ചേ. അത് നമ്മളെ പൈസ തന്നിട്ട് പോണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? താ ഇവിടെ ഒന്ന് പോവോ? ഒരു കാര്യം ചെയ്യ്, ഇത് പകുതിയെങ്കിലും ഞങ്ങൾക്ക് താ. 50-50. 50-50. 50-50. ഇക്കാര്യം നേരത്തെ ആലോചിക്കാൻ എന്താ? അതങ്ങനെ പറ്റിപ്പോയി അണ്ണാ. എന്തൊക്കെയായാലും നമ്മൾ ഒരേ വർഗമല്ലേ? കണ്ടോ കണ്ടോ അണ്ണന്റെ ഒരു വർഗബോധം. അതെ, കള്ളൻ. നമ്മൾ 4 പേരും ചേർന്ന് കളിച്ചത് കൊണ്ട് ഈസി ആയിട്ട് സാധനം അടിച്ചു. വില കുറച്ച് പറഞ്ഞ കടക്കാരൻ നമ്മൾ 4 പേരും കൂടി ചേർന്നപ്പം കൃത്യമായ വില തന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചേരേണ്ടവർ ചേർന്നാൽ നടക്കേണ്ടത് നടക്കും. ഐക്യമത്യം മഹാബലം. കറക്റ്റ്. കൂട്ടായ പരിശ്രമം, തൊഴിലിനോടുള്ള ആത്മാർത്ഥത, നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേടാം. പറഞ്ഞത് മനസ്സിലായില്ലോ? മനസ്സിലായി. കളവ് ചതിയും വഞ്ചനൊന്നും ഇല്ലാതെ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുക. അതിന് ഈ കള്ളന്മാരെ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാം. എന്നാൽ ഈ നിമിഷം മുതൽ നമ്മൾ ഒറ്റക്കെട്ട്.